അച്ഛൻ മറന്നുപോയതുകൊണ്ടല്ലേ. ഇന്ന് വാങ്ങിത്തരാം. അതെ, അനുപേട്ടൻ സച്ചിയുടെ മുഖത്ത് നോക്കാനുള്ള ചമ്മലുകൊണ്ട് പോയതാ. എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല. അങ്ങനെ മനസ്സിലൊന്നും വെച്ച് പെരുമാറുന്ന ശീലവും ഇല്ല. അവന്റെ മനസ്സിലെ മഞ്ഞുരുകണമെങ്കിൽ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടണം. അതെനിക്കറിയാമേ. അതുകൊണ്ട് തന്നെ അനുപേട്ട് എന്തു പറഞ്ഞാലും അത് കേൾക്കാൻ ബാധ്യസ്ഥനാ ഞാൻ. ഒരു ദിവസം അർച്ചനെ ഞാൻ അനുപേട്ടന് മുന്നിൽ കൊണ്ട് നിർത്തും. മോളെ, ചിപ്പി, നീ എന്താ ഇപ്പൊ എന്റെ അമ്മയെ വിളിച്ചേ? അമ്മയെന്ന്? ഇത് കൊള്ളാലോ. ചിപ്പിക്ക് എങ്ങനെയാ അമ്മയെ എത്ര പരിചയം? അതൊക്കെ ഉണ്ട് അല്ലേ മോളെ? മോളെ പോലെ ഇപ്പൊ ഓർക്കുന്നു. അത് മാത്രല്ല, ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് ബ്ലഡ് തന്നതും ഈ അമ്മയാ. ഞങ്ങള് രണ്ടും ഒരേ ബ്ലഡ് ഗ്രൂപ്പാ അല്ലേ അമ്മേ? അതിനമ്മ എപ്പോഴാ ഹോസ്പിറ്റലിൽ പോയത്? ബെല്ലടിച്ച സമയത്ത് ക്ലാസ്സിൽ കയറാതെ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? അത് പിന്നെ ഗൗരിയുടെ അമ്മയെ കാണാൻ. ബെല്ലടിച്ച ശേഷം ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല നിങ്ങൾക്ക് അറിയില്ലേ? ടീച്ചർ, ഞാൻ എന്റെ അമ്മയെ ഇവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനാ. ക്ലാസ് ടൈമിലാണോ പരിചയപ്പെടുന്നത്? അതൊക്കെ പിന്നീടാവാം. വേഗം ക്ലാസ്സിൽ പോയേ. പോകാനല്ലേ പറഞ്ഞേ? ഇല്ലെങ്കിൽ ഫസ്റ്റ് പീരീഡ് ക്ലാസ്സിന് പുറത്ത് നിൽക്കേണ്ടി വരും. മനസ്സിലായോ? പൊക്കോ. വെറുതെ അല്ല, ഈ ടീച്ചറിനും കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ലാത്ത. ഇല്ല, നമ്മുടെ യാത്ര കറക്റ്റ് ആയിരുന്നു. എന്തെങ്കിലും ചെറിയ വിവരം മാത്രമല്ല അവിടുന്ന് കിട്ടിയത്, ആ കുട്ടിയെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കിട്ടി. നമ്മൾ സംശയിച്ചത് ശരിയാ. എന്റെ ചേച്ചി ആ കുട്ടിയെ ദത്തെടുത്തത് തന്നെയാ. എന്തായിരുന്നു കുഞ്ഞിനെ കൊണ്ടുകൊടുത്ത ആ തമിഴ് ദമ്പതികളുടെ പേര്? മുരുകനും കനിമൊഴിയും. അപ്പോ മുരുകനും കനിയുമാണ് കുട്ടിയുടെ യഥാർത്ഥ അച്ഛനും അമ്മയും? അതെ. 3 വയസ്സ് കഴിഞ്ഞപ്പോഴാ ചേച്ചി കുട്ടിയെ അവിടുന്ന് ദത്തെടുത്തത്. ഇതിനു പിന്നില് മറ്റെന്തോ നിഗൂഢമായിട്ടുള്ള ഒരു പദ്ധതി അവന്തിക്കുണ്ട്. എന്തെങ്കിലും ഒരു ലക്ഷ്യം മുന്നിൽ കാണാതെ അവളൊന്നും ചെയ്യില്ല. എന്ത് ലക്ഷ്യം? ചിലപ്പോ മനസ്സ് മാറിയതാണെങ്കിലോ? ഒരാളുടെ മനസ്സ് മാറാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. മനുഷ്യരുടെ അല്ലേ മനസ്സ് മാറൂ. എന്റെ ചേച്ചിയെ മനുഷ്യരുടെ ഗണത്തിൽ കൂട്ടാൻ പറ്റത്തില്ലല്ലോ. ചതിക്കാനും വഞ്ചിക്കാനും മാത്രമല്ലേ അവർക്കറിയൂ. ധനുഷേട്ടൻ പറഞ്ഞത് തന്നെയാ ശരി. ഇതിന് പിന്നിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട്. അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. തൽക്കാലം ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ ഇനി എന്താ പ്ലാൻ? മുരുകനെയും കനിയും അന്വേഷിച്ച് തക്കലയ്ക്ക് പോകാനാണോ? അതെ, പോകണം. അല്ലാതെ വേറെ വഴിയില്ല. നമ്മൾ എന്തിനാണ് അതിന്റെയൊക്കെ പിന്നാലെ നടക്കുന്നത്? എന്ത് ഗൂഢപദ്ധതിക്കായാലും അവരൊരു കുഞ്ഞിനെ ദത്തെടുത്തതിന് നമുക്കെന്താ? ഒന്നുമില്ലേ?
നീ കാര്യങ്ങൾ മനസ്സിലാക്കാതെ എന്നെ സംസാരിക്കുന്നത്. അവന്തിക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നീ അത് ചിന്തിച്ചോ? സ്വന്തം മകളായിട്ടൊരു കുഞ്ഞിനെ ഏതെങ്കിലും ഒരു ഓർഫനേജിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയോ? ആ കുഞ്ഞിന്റെ സുരക്ഷിതത്വവും സന്തോഷവും ഭാവിയും അവർക്ക് ഉറപ്പ് കൊടുക്കണം. അതല്ലേ ധനുഷേട്ട ഉദ്ദേശിച്ചത്? അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതിന്റെ നടപടിക്രമങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.